ഈ രണ്ട് വിഷയത്തിലും. സ്പെയിനിലെ മുസ്ലിമീങ്ങൾ ഉയർച്ചയെക്കുറിച്ചും പഠിക്കണം, സ്പെയിനിലെ മുസ്ലിം ഉമ്മത്തിന്റെ തകർച്ചയെക്കുറിച്ചും പ്രിയമുള്ളവരെ പഠിക്കൽ അനിവാര്യമാണ്. സാന്ദർഭികമായി ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് സ്പെയിനിലേക്ക് വന്നാൽ, സ്പെയിൻ അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ഉമവി ഭരണാധികാരിയുണ്ട്. അദ്ദേഹത്തിന്റെ മകന് വേണ്ടി എന്ത് ചെയ്യാണ്, വിവാഹം ആലോചിക്കാൻ. അപ്പൊ മകന് വേണ്ടി വിവാഹം ആലോചിക്കുമ്പോൾ വാപ്പാക്ക് ഒരു ഒറ്റ നിർബന്ധമേ ഉള്ളൂ, മകനെ കെട്ടാൻ പോകുന്ന പെൺകുട്ടി ഹാഫിളത്തായിരിക്കണം, വിശുദ്ധ ഖുർആൻ മനപ്പാഠമാക്കിയ ഒരു പെൺകുട്ടിയായിരിക്കണം. അപ്പൊ അദ്ദേഹം ഉത്തരവ് പുറപ്പെടുവിച്ചു, ഇന്ന് രാത്രി എല്ലാ വീടുകളിലും ഇന്ന സമയമാകുമ്പോൾ വിളക്കുകൾ മുഴുവനും അണയ്ക്കണം. അണച്ചതിന് ശേഷം ഹാഫിളത്തുമാരുള്ള അഥവാ പെൺകുട്ടികൾ ഖുർആൻ മനപ്പാഠമാക്കിയ വീടുകൾ, ആ വീടുകൾ മാത്രം ഒരു മെഴുകുതിരി കത്തിച്ചു വെക്കണം. ഇങ്ങനൊരു ഉത്തരവ് പുറപ്പെടുവിക്കണം. അന്ന് രാത്രി മകനും ഉമവി ഭരണാധികാരിക്ക് ഇങ്ങനെ കാത്തിരിക്കാണ്, ഏത് വീട്ടിലെപ്പോ ആ ഹാഫിളത്തായ പെൺകുട്ടി ഉള്ളത്, എന്നാ പിന്നെ അവളെ കെട്ടിയാൽ മതിയല്ലോ എന്ന് നോക്കുന്നതിന് വേണ്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ സ്പെയിനിന്റെ മുക്കുമൂലകളടക്കം സ്പെയിനിന്റെ മുഴുവൻ നഗരങ്ങളും വിളക്കുകൾ കൊണ്ടിങ്ങനെ പ്രകാശിച്ചു നിൽക്കുകയാണ്. ആലോചിച്ച് നോക്കി, സ്പെയിനിന് മുസ്ലിം ഉമ്മത്തിന്റെ ഒരു സുവർണ കാലഘട്ടം ഉണ്ടായിരുന്നു. സ്പെയിനിന്റെ എല്ലാ വീടുകളിലും ഖുർആൻ പഠിക്കാത്ത മക്കളില്ലാത്ത വീടുകൾ അന്ന് സ്പെയിനിലില്ലായിരുന്നു. ഇന്നെന്താ സ്പെയിനിന് പറ്റി? അദ്ദേഹം നോക്കുമ്പോൾ എല്ലായിടത്തും പ്രകാശം ഇങ്ങനെ പരന്നു നിൽക്കുകയാണ്. ദിനദ്രാത്തിൽ നിന്നിപ്പോ എങ്ങനെയാണ് മോന് ഒരു ഹാഫിളത്ത പെൺകുട്ടിയെ കണ്ടുപിടിക്കുക? അങ്ങനെ അദ്ദേഹം അടുത്തൊരു ഉത്തരവ് പുറപ്പെടുവിക്കാണ്. അന്ന് സ്പെയിനിൽ മാലിക്കി മദ്ഹബാണ് ഏറ്റവും ഫേമസ് ആയ മദ്ഹബ്. ഒരുപാട് മദ്ഹബുകൾ ലോകത്തുണ്ട്. ഹംബലിയുണ്ട്, ഹനഫിയുണ്ട്, മാലിക്കിയുണ്ട്, യഹ്യ ഇബ്നുൽ ലൈസിയുണ്ട്, സുഫിയാൻ സൗരിയുണ്ട്. ഇങ്ങനെ ആയിരക്കണക്കിന് മദ്ഹബുകളുണ്ട്. അതിൽ ഏറ്റവും അറിയപ്പെട്ടത് 4 മദ്ഹബുകളാണ്. അതിൽ മാലിക്കി മദ്ഹബാണ് അന്ന് സ്പെയിനിൽ ഏറ്റവും പ്രശസ്തിയായ മദ്ഹബ്. അപ്പൊ അദ്ദേഹം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു, മാലിക്കി മദ്ഹബിൽ ഏറ്റവും അഗ്രഗണ്യമായ കിതാബുകൾ പഠിച്ച പെൺകുട്ടികളുള്ള വീട്ടിൽ മെഴുകുതിരി കത്തിച്ചു വയ്ക്കാൻ പറഞ്ഞു. അന്ന് രാത്രിയും അദ്ദേഹം നോക്കുമ്പോ സ്പെയിനിന്റെ എല്ലാ നഗരങ്ങളിലും പ്രകാശം പരന്നിക്കാണ്. മാലിക്കി മദ്ഹബിന്റെ കിതാബുകൾ പഠിക്കാത്ത ഒരൊറ്റ പെൺകുട്ടി പോലും അന്ന് സ്പെയിനിൽ ഉണ്ടായിരുന്നില്ല. എല്ലാവരും മാലിക്കി മദ്ഹബിൽ കിതാബുകൾ പഠിച്ച പെൺകുട്ടികളാണ്. ഞാൻ പറയാനുള്ള കാര്യം എന്താ അറിയോ, എന്ന് സ്പെയിനിലെ മുസ്ലിം ഉമ്മത്ത് ഖുർആനും ഹദീസും ഒഴിവാക്കിയോ അന്ന് മുതൽ അള്ളാഹു മുസ്ലിം ഉമ്മത്തിനെ കൈവിട്ടു എന്നാണ്. അന്ന് മുതൽ അള്ളാഹു മുസ്ലിം ഉമ്മത്തിനെ കൈവിട്ടു. ഇന്ന് സ്പെയിൻ